ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇന്ന് ഞാൻ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നൊരു മുളകുണ്ട്, അതുകൊണ്ടൊരു സ്പെഷ്യൽ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് തുടങ്ങല്ലേ. വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാനുള്ള സംഭവം. ഇതാണ് കാശ്മീർ മുളക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊന്നും കാശ്മീർ മുളകല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒറിജിനൽ കാശ്മീർ മുളക്. ഇത് ശരിക്കും ഞാൻ കാശ്മീരിൽ കൊണ്ടുവന്നാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട്. ഇതിന് ശരിക്കും സിംല മുളക് എന്നാണ് അവിടെ പറയുക. കാശ്മീർ മുളക് വേറെ തന്നെ ഉണ്ട്, അത് വേറെ ടൈപ്പ്. ഇത് ശരിക്കും സിംല മുളകാണ്. ഇതെല്ലാം വരപ്പുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്തൊക്കെയാ വെച്ചാൽ 2 ഉള്ളി വേണം. ഉള്ളി ഇതേപോലെ അങ്ങനെ 4 കഷ്ണാക്കി ഇങ്ങനെ മുറിക്കുക. ഇതേപോലെ ഇനിയിപ്പോൾ ഒരു 6 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ തക്കാളി മുറിക്കുക. ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം മതി. നമ്മളൊരു ചൂണ്ടുവിരലിൻ്റെ ആ ഒരു പാർട്ടുണ്ടല്ലോ, അതിന് ചെറുതാക്കി മുറിക്കുക. ഇവിടെ എരിവ് വളരെ കുറവാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരു അങ്ങോട്ട് കളയും. എന്നാലും ലൈറ്റായിട്ടുള്ള എരിവുകളുണ്ടാകുക. പക്ഷേ നമ്മൾ ചെറിയ മോൾക്ക് അങ്ങോട്ട് എരിവ് അധികം തീരെ പറ്റില്ല. അപ്പോൾ ഞങ്ങളാരും എരിവ് കഴിക്കാത്ത ആളുകളാണ്, എരിവ് കുറവാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളയുക. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ വെക്കുക. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ പോവാണ്. സ്വല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഇടുക. ഈ കാശ്മീരി മുളകിന് കാശ്മീരിൽ കിലോന് 450 രൂപയാണ് വില. ഈ ഉള്ളി എണ്ണ ചൂടാക്കിയ ശേഷം ഉള്ളി ഇതിലേക്ക് ഇങ്ങനെ ഇടുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പൊതുവെ വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ പാചകം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. അതിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി ഇടുക. ഒക്കെ കണ്ടിന്യൂസ് ആയിടുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ തക്കാളി ഇടുക. ബാക്കി എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കാശ്മീരി മുളക് ഇടുക. എന്നിട്ട് ഒരു മീഡിയം ചൂടിൽ ഒരു 5 മിനിറ്റ് അടച്ചങ്ങോട്ട് വെക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വാടി ഇങ്ങനെ വരും. ഉള്ളി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരും. ഇനി ഇത് അടുപ്പിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം മാത്രം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഇറക്കുമ്പോൾ പ്രശ്നമാണ്, അത് കംപ്ലീറ്റ് എല്ലാതും മിക്സിയിലേക്ക് ഇടുക. അതിൻ്റെ ഉള്ളിലുള്ള എണ്ണ ഉണ്ടെങ്കിൽ എണ്ണയും കംപ്ലീറ്റ് കൈകൊണ്ട് ഒന്ന് വടിച്ചിട്ട് അതിലേക്ക് അത് ഒഴിക്കുക. എന്നിട്ട് അത് മിക്സിയിൽ നല്ലോണം ഒരു നുള്ളു ഉപ്പിടുക. അധികം ഉപ്പിട്ട് വരുത്. പിന്നെ സ്വല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ടേസ്റ്റ് വരും. എന്നിട്ട് കംപ്ലീറ്റ് ഇത് വെക്കുക. ഇത് ഏകദേശം ഒരു 8 പേർക്ക് കഴിക്കാനുണ്ടാവും ഈ ഒരു അളവ്. ഇഡ്ലിക്ക് പിന്നെ ദോശക്ക് നെയ്റോസ്റ്റിനൊക്കെ ഇത് പറ്റും. ഞാൻ നല്ലൊരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ വിട്ടിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല കളറായിരിക്കും, പക്ഷേ തീരെ എരിവ് കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.